സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. അന്ന സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരു മിടുമിടുക്കിയായ കുട്ടിയുടെ മരണം വലിയ ചർച്ചാ വിഷയമായി. IT ഫീൽഡ് ഒരു അനാകർഷകമായ ഒരു പ്രൊഫഷനായി മാറുകയാണ്. IT ഇന്നും പലർക്കും ഒരു ഇൻട്രസ്റ്റ് ഉള്ളൊരു ഫീൽഡാണ്. പൊളിയിൽ നിന്ന് വരുന്ന പ്രഷറിനെ ഇരട്ടി പ്രഷറായിട്ട് താഴോട്ട് ചെയ്യണം. ഹീസ് എ ബാഡ് മാൻ. ഹാർഡ് വർക്ക് അല്ല. ഇപ്പോൾ ആൾക്കാർ നോക്കുന്ന സ്മാർട്ട് വർക്കിംഗ്. AI ജോലി കൊണ്ടുപോകില്ല, പക്ഷേ AI ഉപയോഗിക്കുന്ന ഒരാൾ നിങ്ങളുടെ ജോലി കൊടുക്കും. കമ്പ്യൂട്ടേഴ്സ് വന്നുകൊണ്ട് ജോലി കുറഞ്ഞില്ല, ജോലി കൂടി. പക്ഷേ പഴയ ജോലി ചെയ്ത് ഞാൻ കമ്പ്യൂട്ടർ പഠിക്കില്ല എന്ന് പറഞ്ഞവരുടെ ജോലി പോയി. ലേഡീസ് വളരെ ഹാപ്പി ആയിരിക്കും വർക്ക് ഫ്രം ഹോം അല്ല. കാരണം നമ്മുടെ കൾച്ചർ ഇസ് നോട്ട് എ വർക്ക് ഫ്രം ഹോം കൾച്ചർ. ഒരു കാര്യം ചെയ്യാൻ ഒക്കൂല എന്ന് പറഞ്ഞൊരു ജോലി എന്ന് പറഞ്ഞു വിടില്ല, പക്ഷേ എല്ലാ കാര്യങ്ങളും ഒക്കൂല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജോലി എന്ന് പറഞ്ഞു വിടാം. ബാംഗ്ലൂരിലെ ക്വാളിറ്റി ഓഫ് ലൈഫിനെക്കാളും സെവറൽ ടൈംസ് ബെറ്ററാണ് കേരളത്തിൽ. പിന്നെ ഒരു കാര്യം ക്ലിയറാണ്, നമുക്ക് തിരുവനന്തപുരത്തെ ബാംഗ്ലൂർ ആക്കാൻ പാടില്ല. കേരളത്തിൽ ജോബ്സ് ക്രിയേറ്റ് ചെയ്താൽ വേറെ ഒന്നും നോക്കണ്ട, സർക്കാരിൻ്റെ വരുമാനം കൂടും. വെനെവർ യു തിങ്ക് ദാറ്റ് ദ കമ്പനി ഈസ് നോട്ട് ഡൂയിങ് ജസ്റ്റിസ് ടു യു, it is time for you to leave the company. Also, when you think you are not doing justice to the company, it is time for you to leave the company. പ്രമുഖ IT വിദഗ്ധനും ടെക്നോപാർക്ക് സ്ഥാപക CEO-യുമായ ഡോക്ടർ ശ്രീ G. വിജയരാഘവൻ ആണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ വിജയരാഘവൻ സാർ. ഇപ്പം അന്ന സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരു മിടുമിടുക്കിയായ കുട്ടിയുടെ മരണം വലിയ ചർച്ചാ വിഷയമായി. IT ഫീൽഡ് ഒരു അനാകർഷകമായ ഒരു പ്രൊഫഷനായി മാറുകയാണ് തൊഴിൽ സമ്മർദ്ദത്താൽ. അതെനിക്ക് തോന്നില്ല. കഴിഞ്ഞ IT ഇന്നും പലർക്കും ഒരു ഇൻട്രസ്റ്റ് ഉള്ളൊരു ഫീൽഡാണ്. പക്ഷേ IT-യിലുള്ള നമ്മുടെ ജോബ്സിൻ്റെ ക്വാളിറ്റി ഓഫ് ജോബ്സ് ഗോയിങ് ആണ്. അപ്പോൾ നമ്മൾ പറയുന്നത് പണ്ട് ഇപ്പോൾ 1,00,000 പേര് എടുത്തുകൊണ്ടിരുന്ന കമ്പനി ഇപ്പോൾ 20,000 പേരെ എടുക്കുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ അകത്ത് ഏറ്റവും നല്ല ആൾക്കാർ നോക്കി അവരെടുക്കുകയും ആ എടുക്കുന്നവർക്ക് വളരെ ഹൈ സാലറീസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ IT ഫീൽഡ് എന്താ പറയുന്ന ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ഫീൽഡാകില്ല. അതേ സമയത്ത് ഇപ്പോൾ അന്നയുടെ മരണം ഒരു വല്ലാത്തൊരു ഒരു ഫീലിംഗാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അക്രോസ് ഇൻഡസ്ട്രി ആൾക്കാരുടെ ഇടയിലും. അപ്പോൾ അതിൽ ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ കമ്പനിക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, സൊസൈറ്റിക്കുണ്ട്, പേരൻസിനുണ്ട്, പിന്നെ ആ വ്യക്തിക്കും ആ ഒരു ഇതുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലാവരും അവർ വർക്ക് ചെയ്യേണ്ട രീതിയിൽ വർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കാതിരിക്കാം. അമിതമായ ജോലി ഭാരത്താലുള്ള സമ്മർദ്ദമാണ് അവർക്ക് ഹൃദയാഘാതത്തിന് ഇടയാക്കിയെന്നാണ് കുടുംബം പറയുന്നത്. ആ വർക്ക് പ്രഷർ നമുക്ക് മിക്കവാറും എല്ലാ ഫീൽഡിലും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച ജോലിയാണെങ്കിൽ ഒരു വർക്ക് പ്രഷർ വരും. പക്ഷേ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന പലരും പറയുന്ന സർക്കാർ ജോലി വളരെ ഈസിയാണ്. പക്ഷേ സർക്കാരിലെ ജോലി ചെയ്യുന്ന ചിലർക്ക് ഇതേപോലെ ഒരാഴ്ചയോ 2 ആഴ്ചയോ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് വീട്ടിൽ പോലും പോകാതെ അവിടെ ഓഫീസിൽ തന്നെ കുളിച്ച് റെഡി, അല്ലെങ്കിൽ വീട്ടിൽ ക്വിക്കായിട്ട് പോയിട്ട് കുളിച്ച് റെഡി വന്ന് വീണ്ടും വർക്ക് ചെയ്യുക. ബഡ്ജറ്റ് സമയത്ത് ഫൈനാൻസിലെ ബഡ്ജറ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ അവർ ദിവസങ്ങളോളം, അതൊക്കെ പക്ഷേ ഒക്കേഷണലി എന്നല്ലേ പറയാൻ പറ്റും, വർഷത്തിലൊരിക്കലാണ്. പക്ഷെ ഇത് നേരെ തിരിച്ച് എല്ലാ ദിവസവും, കാരണം ഓഫ് എടുക്കാൻ പറ്റുന്നില്ല, അവധി എടുക്കാൻ പറ്റുന്നില്ല. ഇതും വരുന്നത് മിക്കവാറും ഓഡിറ്റ് കമ്പനിയാണ്. ഈ കമ്പനി ഓഡിറ്റ് കമ്പനി ആകുമ്പോൾ അവർക്ക് ഇയർ എൻഡ് വരുമ്പോൾ ഈ ഇഷ്യൂ വരും. അവർക്ക് ത്രൂ ഔട്ട് ദി ഇയർ ഇങ്ങനെ ഒരു ഇഷ്യൂ വരേണ്ട കാര്യമില്ല, ഇയർ എൻഡിൽ അവർക്കൊരു ഇഷ്യൂ വരാം. പക്ഷേ ഇതിലുള്ളൊരിതെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് വരുന്ന വെച്ചാൽ ഇതിൽ ചില കാര്യങ്ങൾ മാനേജറിയലാണ്. അപ്പോൾ ഒരു മാനേജർ കാര്യങ്ങൾ നന്നായിട്ട് പ്ലാൻ ചെയ്തില്ലെങ്കിൽ ഓവർലോഡ് വരും. കാരണം ഇപ്പോൾ ഒരു മാസത്തെ വർക്ക് എന്ന് പറഞ്ഞിട്ട് ആ ആദ്യത്തെ ദിവസം മുതൽ നന്നായിട്ട് പ്ലാൻ ചെയ്യാതെ പോവുകയാണെങ്കിൽ അവസാനത്തെ 2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച ഭയങ്കര വർക്ക് പ്രഷർ വരും. അപ്പോൾ അത് മാനേജറിൻ്റെ ഒരു പ്ലാനിങ്ങിൻ്റെയാണ്. മാനേജറുടെ ആസൂത്രണക്കുറവ് ഇതിന് പ്രശ്നമാണ്. മാനേജറുടെയും കമ്പനിയുടെയും ആസൂത്രണക്കുറവ് പ്രോബ്ലം വരാം. അപ്പോൾ അത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാം. പിന്നെ വേറൊരു ഇതുള്ളത്, പലപ്പോഴും നമ്മൾ തന്നെ ഇൻഡിവിജ്വൽസ് വർക്ക് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് തന്നെ പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് വർക്ക് മാറ്റി വയ്ക്കാറ്. അപ്പോൾ ടുവേർഡ്സ് എൻ പ്രഷർ വിൽ ഗോ. പക്ഷേ നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ നോക്കാം, അല്ലെങ്കിൽ മിക്കവാറും ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട കമ്പനികളിലെല്ലാം പിന്നെ ചില പോളിസീസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ വൈകുന്നേരം റെഗുലറായിട്ട് 7 മണിക്ക് ശേഷം ഇരിക്കുകയാണെങ്കിൽ ആ മാനേജർ ഹാസ് ടു ജസ്റ്റിഫൈ വൈ. അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നു വരുന്നതിൻ്റെ ഭാഗമായിട്ട് പല കമ്പനികളും, അതായത് മാനേജർ പറഞ്ഞ ഇയാൾ വർക്ക് ചെയ്യണം. കാരണം ഒരു 8 മണി കഴിഞ്ഞാൽ എല്ലാവർക്കും ഫുഡ് കൊടുക്കണമെന്ന് നിർബന്ധമാണ്.
അത് കഴിഞ്ഞാൽ അവർ വീട്ടിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യണമെന്നുണ്ട്, ബസ്സല്ല കാറിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യണമെന്നുണ്ട്, അങ്ങനത്തെ ഒരു. പക്ഷേ ഇത് പലപ്പോഴും അത് മാനേജേഴ്സ് പ്ലാൻ ചെയ്യാതെ വരുമ്പോൾ മാനേജർ ഇത് റെഗുലറായിട്ട് വരുമ്പോൾ ആരെങ്കിലും HR ചോദിക്കും, എന്തിനാ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഇത്രയും വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ളൊരു ചോദ്യം വരാം. അപ്പം നല്ല കമ്പനീസും സ്ട്രക്ചേർഡായിട്ട് വരുന്നിടത്ത് ആ ഒരു ഇതുണ്ട്. പിന്നെ മറ്റൊന്നുള്ളത് മിക്കവാറും എല്ലാ കമ്പനിക്ക് കോംപ് ഓഫ് എന്ന് പറയും. അതായത് ഒരു ശനി ഞായറും വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർ ഒരു ദിവസം ഓഫ് എടുക്കാൻ പറയും, കോമ്പൻസേറ്ററി ഓഫ് എടുത്ത് പോകാൻ പറയും, നിങ്ങളുടെ സൗകര്യമുള്ളപ്പോൾ എടുക്കാൻ പറയും. അപ്പോൾ അതിൽ പലപ്പോഴും പറ്റുന്ന ഇപ്പോൾ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവർ പറയും എനിക്ക് കുഴപ്പമില്ല, ഞാൻ അടുത്ത 3 സാറ്റർഡേ വർക്ക് ചെയ്തോളാം, എനിക്ക് ദീപാവലിയുടെ ഒരു 3 ദിവസം എക്സ്ട്രാ എടുത്തോളാം എന്ന് പറയും. അപ്പോൾ അതുപോലെ വേറൊരെണ്ണം ചില കമ്പനീസ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഡിസംബറിൽ അവസാനത്തെ ആഴ്ച നോ വർക്ക്, ആരും വർക്ക് ചെയ്യില്ല. അതനുസരിച്ചിട്ട് വേണം പ്ലാൻ ചെയ്യാൻ. അതിൽ നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഒരു മാസം മുമ്പ് അവർ പറയുക എനിക്ക് ദീപാവലി സമയത്ത് നാട്ടിൽ പോകണം, അതിൻ്റെ കൂടെ ലീവ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് അവരത് നേരത്തെ. അപ്പോൾ അത് മാനേജർ അയാൾക്ക് ലീവ് പിന്നെ റിഫ്യൂസ് ചെയ്യാൻ പാടില്ല. അത് ക്ലിയർ ആയിട്ടുള്ളൊരിതാണ്. സിമിലർലി ഓണം സമയത്ത് നമ്മുടെ ആൾക്കാർക്ക് അങ്ങനെ ഒരു ഇത്. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഒന്ന് ഇത് ചെയ്ത് പോവാം. മറ്റൊരു കാര്യം വർക്ക് പ്രഷർ കുറയാൻ മിക്കവാറും എല്ലാ കമ്പനികളിലും അവരെന്തെങ്കിലും ആക്ടിവിറ്റീസ് ആഘോഷങ്ങൾ മറ്റേ ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ചില സ്ഥലങ്ങൾ നമ്മൾ വരുമ്പോഴത്തേക്ക് ആ ആഘോഷം ചെയ്തതിൻ്റെ ഇടയ്ക്ക് തന്നെ വർക്ക് പ്രഷർ ഉള്ളതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റാതെ വരുന്നുണ്ട്. അതെ, അത് HR ആ മാനേജറോട് ചോദിക്കുക, നിങ്ങളുടെ ടീമിൽ നിന്ന് ആരും വന്നില്ല എന്തുകൊണ്ട്? അപ്പോൾ മാനേജറുടെ അപ്രൈസൽ വരുമ്പോൾ അത് മാനേജറിന് വരും. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാനുള്ള, പണ്ട് ചെയ്തുകൊണ്ടിരുന്ന പലപ്പോഴും മാനേജർമാർ ഇയാൾ വളരെ നല്ലതാ, എന്നും വൈകുന്നേരം 8 മണി വരെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്, അതിൽ നിന്നൊരു മാറ്റം വന്നു. ഹാർഡ് വർക്ക് അല്ല, ഇപ്പോൾ ആൾക്കാർ നോക്കുന്ന സ്മാർട്ട് വർക്കിംഗ് ആണ്, ക്വാളിറ്റിയും സ്മാർട്ട് വർക്കിംഗ്. അതായത് ഒരാളിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇയാൾ ഒരാഴ്ച എടുക്കുന്ന വർക്ക് ഇയാൾ 4 ദിവസം കൊണ്ട് തീർക്കുകയാണെങ്കിൽ വേറെ വർക്ക് വരാം, പക്ഷേ ഇയാളൊരു സ്മാർട്ട് വർക്കറാണ്. കാരണം ഹീസ് യൂസിങ് ടെക്നോളജി ഓർ അതർവൈസ് ടു ഡു ദ വർക്ക് ബെറ്റർ. അപ്പോൾ ആ രീതിയിലുള്ള ചില മാറ്റങ്ങൾ കമ്പനികളുടെ ഭാഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ക്ലയന്റിന്റെ ഒരു സമ്മർദ്ദം, ഈ കൃത്യസമയത്ത് അവരുടെ ഇത് തീർത്തു കൊടുക്കുക എന്നുള്ള സമ്മർദ്ദം ഈ ജീവനക്കാരിലേക്കും വരുന്നില്ലേ? ഡയറക്റ്റ് ആയിട്ട് ജീവനക്കാരിൽ വരാൻ പാടില്ല. ഒരു നല്ല മാനേജർ, ഇപ്പോൾ രാജേഷ് ഒരു സീനിയർ പൊസിഷനിലാണ്, എഡിറ്റോറിയൽ ബോർഡ്. അപ്പോൾ ആ സമയത്ത് വരുമ്പോൾ രാജേഷിൻ്റെ പുറത്ത് വരുന്ന പ്രഷർ, രാജേഷ് താഴെയുള്ള തൊട്ടടുത്ത ആളും അയാൾ റിപ്പോർട്ടിലൊക്കെ എല്ലായിടത്തും പ്രഷർ വരുന്നു. ഒരു മാനേജറുടെ ഉത്തരവാദിത്വം പ്രഷർ അവരുടെ ലെവലിൽ നിർത്തുക. ബാക്കിയുള്ളവർ അവരെ ചുമ്മാ എന്തും ചെയ്തോളാം എന്നുള്ളത്, പക്ഷെ അവിടെ സ്ട്രക്ചേർഡായിട്ട് കാര്യങ്ങൾ നടത്തുക. അപ്പോൾ അതാണ് ഒരു മാനേജറുടെ സക്സസ്. അത് പലപ്പോഴും പറയുന്നത്, നമ്മൾ ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ നമ്മൾ പലപ്പോഴും ഒക്കെ തന്നെ പറഞ്ഞപ്പോൾ ഒരു പ്രോബ്ലം വരുന്ന മാനേജർ പറയും ഞാൻ ഏറ്റെടുക്കുന്നു. ഒരു നല്ല കാര്യം വരുമ്പോൾ ബാക്കിയുള്ളവർ ക്രെഡിറ്റ് കൊടുക്കുക. അതാണ് ഒരു നല്ലൊരു പരാജയം സ്വയം ഏറ്റെടുക്കുകയും വിജയം എല്ലാവർക്കും ഷെയർ ചെയ്യാന്നുള്ള. അപ്പോൾ അതുപോലെ പ്രഷർ നമ്മൾ ഏറ്റെടുക്കുക, അത് അങ്ങോട്ട് പാസ് ഓൺ ചെയ്യുന്ന രീതി മാറണം. ബോളിയിൽ നിന്ന് വരുന്ന പ്രഷറിനെ ഇരട്ടി പ്രഷറായിട്ട് താഴോട്ട് ചെയ്യണം. ഈസ് എ ബാഡ് മാനേജർ. ഈ കാര്യത്തിൽ മാനേജർക്കെതിരെ ആക്ഷേപമുണ്ട്. എന്തോ അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് മാച്ച് കാണാൻ താല്പര്യം വെച്ചിട്ട് ഇവരുടെ ജോലിയിൽ തന്നെ സമ്മർദ്ദം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഒരു കാര്യം എനിക്ക് ആ സ്പെസിഫിക് കേസിൽ റെസ്പോണ്ട് പറ്റുമില്ലെങ്കിലും ഒരു കാര്യമുള്ള, നമ്മുടെ ഇന്ന് പലപ്പോഴും ചെറുപ്പക്കാർ ഈ ഒരു അവർക്കൊരു ക്ലിയർ ആയിട്ട് നോ എന്ന് പറയാനുള്ള ഒരു വിഷമം വരുന്നുണ്ട്. മാനേജർ പറയുന്നു എൻ്റെ അപ്രൈസൽ, അങ്ങനെയല്ല. സിസ്റ്റത്തിൽ ഒരു മാനേജറിൻ്റെ അപ്രൈസൽ മാനേജർ നല്ല അപ്രൈസൽ കൊടുത്തില്ലെങ്കിൽ അടുത്ത ലെവലിൽ ഒരാളിനോട് ഇത് അപ്പീൽ ചെയ്യാം. കാരണം ഇന്ന കാരണങ്ങളുണ്ടാണ്. അതുപോലെ എനിക്കിത് ചെയ്യാൻ ഒക്കൂല എന്ന് ഒരു കാര്യം ചെയ്യാൻ ഒക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് ജോലി എന്ന് പറഞ്ഞു വിടില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും ഒക്കൂല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജോലി എന്ന് പറഞ്ഞു വിടാം. ഇപ്പൊ പലർക്കും ആ ധൈര്യമില്ല അല്ലേ? ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയായിരിക്കും. ജോലി നഷ്ടപ്പെടും എന്നുള്ള പേടി മാത്രമല്ല, പലപ്പോഴും പറ്റുന്നത് സൊസൈറ്റിയിൽ എന്ത് പറ്റും എന്നുള്ളൊരു തോന്നൽ. അത് പലപ്പോഴും എൻ്റെ ഒരു തോന്നൽ, നമ്മൾ ഇന്ന് കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു രീതി, അതുപോലെ തന്നെ ഇവർക്ക് ആളുകളുമായിട്ട് ഷെയർ ചെയ്യാൻ. പണ്ടൊക്കെ ഒരു കുടുംബത്തിൽ 4-5 ആൾക്കാരുണ്ട്, ഒരേ പ്രായത്തിലുള്ള പലരും കാണും, കസിൻസ് പലരും കാണും, എല്ലാവരും ഒരു സ്ഥലത്താണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാതെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളത് അത് പലപ്പോഴും നമുക്ക് ഇല്ലാതെ വരുന്നുണ്ട്. ഇപ്പൊ IT രംഗത്തിന്റെ ചാം പോയോന്ന് ഞാൻ വീണ്ടും ചോദിക്കുന്ന കാരണം, പലപ്പോഴും ഈ തൊഴിലവസരങ്ങൾ കുറയുന്നു, പലരെയും പിരിച്ചുവിടുന്നു. അത് വളരെ വ്യാപകമായിട്ടില്ല ഇങ്ങനെ പിരിച്ചുവിടുന്നു, ജോലി നഷ്ടപ്പെടും എന്നുള്ള പേടി ഒരുപാട് ഇതുണ്ട്. പക്ഷെ ആ ഒരു പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ IT രംഗത്ത് വരുന്ന ഓരോരുത്തരോടും പറയാറുള്ള ഒരു കാര്യം, ഒരു വർഷം നിങ്ങൾ ജോലി ചെയ്താൽ
ഒരു വർഷം ജോലി ഇല്ലാതെ ജീവിക്കാനുള്ള രീതിയിൽ സമ്പാദിക്കണം. കിട്ടുന്ന പൈസ മുഴുവൻ ചിലവാക്കാതെ. കാരണം സാലറീസ് ഹൈ ആകുമ്പോഴത്തേക്ക് അതനുസരിച്ചിട്ട് നമ്മൾ കിട്ടുന്ന ശമ്പളം മുഴുവൻ സ്പെൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ദെൻ യു ഡോണ്ട് ഹാവ് ഇറ്റ് ഫോർ എ റെയിൻ ഡേ. അപ്പോൾ ഒരു ദിവസം ജോലി ചെയ്താൽ ഒരു ദിവസം ശമ്പളമില്ലാതെ നിൽക്കാൻ പറ്റണം. അങ്ങ് വളരെ റെയറാണ് ഒരാളിന് ജോലി നഷ്ടപ്പെട്ടാൽ അത്രയും കാലം പോകുന്നില്ല. പക്ഷെ ആ രീതിയിൽ ചെയ്താൽ ആവശ്യമില്ലാത്ത ചിലവ് കുറയും. ദേ വിൽ ബി സേവിങ് ഒന്ന്. പിന്നെ IT രംഗത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പ്രധാനപ്പെട്ട ഒരു ഇന്റർനാഷണൽ കമ്പനിയുടെ പേര് പറയുന്നില്ല, അവർ മൊത്തം 25,000 പേരെ പറഞ്ഞു വിട്ടു. 20,000 പേരെ പറഞ്ഞു. 25,000 പേരെ ഒറ്റ ദിവസം പോകാൻ പറഞ്ഞിരിക്കുകയാണ്. അതിൽ 3,000 പേര് ബാംഗ്ലൂരാണ്. ആ ബിൽഡിങ്ങിൻ്റെ ഒരു കോംപ്ലക്സിൽ ഒരു ടവറാണ് അവരുടെ ആ കമ്പനിയുടെ ഒരു മുഴുവനുള്ളത്. അവിടെ ഒരു ഷട്ട് ഡൗൺ എന്നാണ് പറയുന്നത്. പക്ഷെ ആ തലേന്ന് അവിടെ മുഴുവൻ ലൈറ്റ് കാണുമായിരുന്നു. ആ ദിവസം കഴിഞ്ഞപ്പോൾ ലൈറ്റ് ഇല്ല. മീൻസ് എല്ലാവരും അതിൻ്റെ അകത്ത് പോകും. അവിടെ കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്തു. അത് പലയിടത്തും ഉള്ള ഒരു ഇതാണ്. അപ്പോൾ പക്ഷെ ഇതിലൊരു കാര്യമുള്ള വലുതായിട്ട് ആരും സംസാരിക്കുന്നില്ല. കാരണം ഒന്ന്, ഈ കമ്പനി ആളിനെ പറഞ്ഞു വിടാൻ നേരത്ത് 3 മാസം 6 മാസം 1 വർഷം 1.5 വർഷം വരെ ആ ഒരു സിവറൻസ് പേ കൊടുത്ത കേസുകളുണ്ട്. റീസെന്റ് ആയിട്ട് ജോയിൻ ചെയ്തവർക്ക് ചിലപ്പോൾ 2-3 മാസമായിരിക്കും. ഒരുപാട് കാലം ഉണ്ടായിരുന്നവർക്ക് അവരുടെ മറ്റ് ബെനിഫിറ്റ്സ് എല്ലാം കൊടുത്ത് അങ്ങനെ ഒരു എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പലർക്കും ആ ഒരു തോന്നും. പക്ഷേ ഇതിലുള്ള ഒരു ഇതെന്ന് വെച്ചാൽ പലപ്പോഴും ഫാമിലി ടെൻഷൻസിൽ വരും. അതെ. അപ്പോൾ നമ്മൾ വെസ്റ്റിലൊക്കെ കാണും, ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഇത് വളരെ കോമൺ ആണ്. അങ്ങനെ വരുമ്പോൾ അവിടെ എല്ലാം പല ഡിവോഴ്സ് കേസസിലും യൂസ് ചെയ്യണത് ഇത് എൻ്റെ ഹസ്ബൻഡ് വർക്ക് പ്രഷർ കാരണം അയാളുടെ ജോലി പോകുന്നു, ദാറ്റ് ഈസ് ക്രിയേറ്റിംഗ് എ പ്രഷർ അറ്റ് ഹോം, ഐ എം നോട്ട് ഏബിൾ ബട്ട് ഐ നീഡ് ഡിവോഴ്സ്. അല്ലെങ്കിൽ എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, വോണ്ട് എ ഡിവോഴ്സ് എന്നുള്ള രീതിയിൽ പോയി. അപ്പോൾ ആ രീതിയിൽ IT ഇൻഡസ്ട്രിയുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്, നമ്മൾ എടുക്കുന്നുണ്ടെന്ന്. IT പ്രൊഫഷണലിൽ വർക്ക് ചെയ്യുന്ന ദമ്പതികൾക്കിടയിൽ വിവാഹമോചനവും വർദ്ധിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. അല്ല, അത് എനിക്ക് ഈ ഇത് പലരും പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ട്രിവാൻഡ്രത്തെ പ്രധാനപ്പെട്ട ഒരു ലോയർ കപ്പിളുണ്ട്. അവരെ ഞാൻ കണ്ടപ്പോഴത്തേക്ക് ഞാൻ അവരോട് ചോദിച്ചു ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ സെക്രട്ടേറിയറ്റ് ആയിരുന്നു, പിന്നെ KSEB ആയിരുന്നു, പിന്നെ ISRO ആയിരുന്നു, ഇന്ന് ടെക്നോ പാർക്കാണ്. കാരണം ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടക്കുന്ന അവിടെയുള്ള ആൾക്കാരുടെയാണ്. ഒരു കാലത്ത് സെക്രട്ടേറിയറ്റ് ആയിരുന്നു ഏറ്റവും കൂടുതൽ. അപ്പോൾ ട്രിവാൻഡ്രത്ത് എവിടെ നിന്നാണ് വിവാഹമോചനം നോക്കിയപ്പോൾ വിവാഹമോചനം എന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതിൻ്റെ അതിൻ്റെ ഒരു ഇൻസ്റ്റൻസ് കൂടിയിട്ടുണ്ട്. IT രംഗത്തുണ്ട്, മറ്റു രംഗത്തൊക്കെ ഉണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് അത് ശരിയല്ല, എല്ലാ ഫീൽഡിലും ഉള്ളതാണ്. പക്ഷേ കൂടുതൽ കപ്പിൾസ് ഉള്ളത് IT രംഗത്തായതുകൊണ്ടാണ് അവന് അങ്ങനെ ഒരു തോന്നൽ വരുന്നതെന്നുള്ളത്. പക്ഷെ ഇതിലൊരു കാര്യം കൂടെ ഉണ്ട്, പലപ്പോഴും പണ്ട് പെൺകുട്ടികൾ സഹിക്കുമായിരുന്നു, ഇന്ന് സഹിക്കാൻ പ്രിപ്പയർഡ് അല്ല. അതൊരു നല്ലതാണ്. കാരണം അവരാ ജീവിതകാലം മുഴുവൻ നാട്ടുകാരെന്ത് പറയും, കുടുംബം എന്ന് പറയും എന്ന് പറഞ്ഞുകൊണ്ട് സഹിച്ച് നിൽക്കാതെ അവർ ഒരു സമയത്ത് ടേക്ക് എ കോൾ. അതെ. അതിൽ അവരെ ഇപ്പോൾ ഇതിൻ്റെ ഒരു സാമ്പത്തിക ഇതുകൊണ്ട് സ്വയം ജീവിക്കാനുള്ള ഉണ്ട്. ഞാനൊരു അടിമയല്ല. അതെ, ഞാനും ഒരു ഇൻകം കൊണ്ടുവരുന്നുണ്ട്. വൈ ഷുഡ് ഐ സഫർ എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ളൊരു ഇത് വരുന്നുണ്ട്. ഇതിൻ്റെ ഈ സേവന വേതന വ്യവസ്ഥകൾ ഇത് അങ്ങനെ ഒരു കോമൺ ഇതുണ്ടോ IT മേഖലയിൽ? ഇല്ല. ഇത്ര മണിക്കൂർ ജോലി ചെയ്യാം അങ്ങനെയൊക്കെയുള്ള അങ്ങനത്തെ സർക്കാരിൻ്റെ റേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇന്ന് കിട്ടുന്ന ആൾക്കാർക്ക് ശമ്പളം 4-1 അങ്ങനെയുണ്ട്. കാരണം അവിടെ കൊടുക്കുന്ന ഇത് ഓരോരുത്തരുടെ കേപ്പബിലിറ്റി അനുസരിച്ചിട്ടാണ്. ആ IT രംഗത്ത് യൂണിയൻസ് ഇല്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, യൂണിയൻ ഉള്ളിടത്ത് പറയുന്ന എല്ലാവർക്കും ഒരേ രീതിയിൽ ശമ്പളം കൂട്ടുക, 4 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇപ്പോൾ 4 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളിന് ചിലപ്പോൾ 4 വർഷം എക്സ്പീരിയൻസ് ഉള്ള വേറൊരാളുടെ ഇരട്ടി ശമ്പളമായിരിക്കും കിട്ടുന്നത്. കാരണം അയാളുടെ പ്രൊഡക്ടിവിറ്റി, അയാളുടെ നോളജ്, അയാളുടെ ഇന്നോവേറ്റീവ് കേപ്പബിലിറ്റി എല്ലാം കുറേ കൂടെ ഹൈ ആയിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ആ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഹാർഡ് വർക്ക് അല്ല നോക്കുന്നത്, സ്മാർട്ട് വർക്കാണ്. ഇപ്പോൾ സ്മാർട്ട് വർക്കാണ്. സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാനും മറ്റൊരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യാനും. അതായത് ഈ IT രംഗത്ത് നമ്മൾ എന്താണോ ആ ഫീൽഡിലുള്ള കാര്യങ്ങൾ വായിക്കുന്നത് നിർത്തുന്നോ, അപ്ഡേറ്റഡ് ആയിരിക്കുക. അപ്ഡേറ്റഡ് അല്ലെങ്കിൽ ആ ദിവസത്തോടുകൂടി നമ്മുടെ റിട്ടയർമെൻറ്റ് തുടങ്ങിയെന്നുള്ള രീതിയിൽ നോക്കിക്കൊള്ളണം. അത്ര ശക്തമായ മത്സരമുണ്ട്. മത്സരം മാത്രമല്ല, ടെക്നോളജി വളരെ ക്വിക്കായിട്ട് മാറുന്നു. പുതിയ ടെക്നോളജി നമുക്ക് അറിഞ്ഞൂടെങ്കിൽ നമുക്ക് ആ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ ആളുകൾ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരുപാട് ജോലികൾ പോവും. AI ജോലി കൊണ്ടുപോകില്ല. പക്ഷേ AI ഉപയോഗിക്കുന്ന ഒരാൾ നിങ്ങളുടെ ജോലി കൊണ്ടുപോകും. AI കൈകാര്യം ചെയ്യാൻ അറിയണം.
അല്ലേ? AI. പണ്ട് നമ്മൾ കമ്പ്യൂട്ടർ വന്നു ആൾക്കാരുടെ ജോലി, കമ്പ്യൂട്ടർ വന്ന ആളുടെ ജോലി കൂടുതൽ. കേരളത്തിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ജോലികൾ കൂടി. ഒന്നുമില്ല, റെയിൽവേ സ്റ്റേഷൻ കമ്പ്യൂട്ടർക്കെതിരെ സമരം ഉണ്ടായിരുന്നു. അല്ല, അപ്പോൾ കമ്പ്യൂട്ടേഴ്സ് വന്നുകൊണ്ട് ജോലി കുറഞ്ഞില്ല, ജോലി കൂടി. പക്ഷേ പഴയ ജോലി ചെയ്ത് ഞാൻ കമ്പ്യൂട്ടർ പഠിക്കില്ല എന്ന് പറഞ്ഞവരുടെ ജോലി പോയി. നമ്മൾ റെയിൽവേയിൽ തന്നെ നോക്കുക, നമുക്കറിയാമല്ലോ, ഒരു 25-30 വർഷം അല്ലെങ്കിൽ 40 വർഷം മുമ്പ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്ര കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു, ഇന്ന് എത്ര കൗണ്ടറുണ്ട്? അപ്പോൾ അതിൻ്റെ അകത്ത് ആ കൗണ്ടേഴ്സിൻ്റെ നമ്പർ കുറയും, കാരണം ഇന്ന് ഓൺലൈൻ വരുന്നുണ്ട്. പക്ഷേ അത് വേറെ എവിടെയെങ്കിലും ആൾക്കാർക്ക് ജോലിയുണ്ട്. അപ്പോൾ ഡെഫിനറ്റായിട്ടും AI കാരണം ആരുടെയും ജോലി നഷ്ടപ്പെടില്ല. പക്ഷേ AI യൂസ് ചെയ്യാൻ അറിഞ്ഞൂടെങ്കിൽ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടാം. സ്മാർട്ട് വർക്ക് എന്ന് പറയുമ്പോൾ ഈ തൊഴിൽ സമ്മർദ്ദം കാരണം ഡിപ്രഷനിലേക്കും ആത്മഹത്യയിലേക്കും ഒക്കെ പോകുന്ന ആൾക്കാരുണ്ട്. അതിൽ പ്രൊഫഷണൽ വൈസ് നോക്കുമ്പോൾ IT ആണ് കൂടി. കാരണം IT-യിലാണ് കൂടുതൽ ആൾക്കാർക്ക് ജോലിയുള്ളത്. അതുകൊണ്ട് നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ നമ്മൾ സയൻറ്റിഫിക് ഒരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ആത്മഹത്യകൾ വരുന്നുണ്ട്, വർക്ക് പ്രഷർ കാരണമാണ്. അതുപോലെ തന്നെ സയൻറ്റിസ്റ്റിൻ്റെ ഇടയിൽ വരുന്നുണ്ട്, കാരണം വർക്ക് പ്രഷർ ആവാം. പക്ഷേ വർക്ക് പ്രഷർ മാത്രമല്ല, അത് വർക്ക് പ്രഷറും പിയർ പ്രഷറുമാണ്. അതായത് ഞാൻ മറ്റേയാളുടെ അത്ര എത്താൻ പറ്റുന്നില്ല. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫാമിലീസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. ഫാമിലി, അതായത് ഈ വ്യക്തിക്ക് ആരെങ്കിലുമായിട്ട് സംസാരിക്കാനും സംസാരിക്കാനും ഷെയർ ചെയ്യാനും അതിനനുസരിച്ചിട്ട് അവരുടെ ഒരു മെൻ്റൽ പ്രഷർ കുറയ്ക്കാൻ. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറുപ്പക്കാരുടെ ഇടയിൽ, ഇപ്പോൾ കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. കേരളത്തിൻ്റെ പോപ്പുലേഷൻ എത്ര ശതമാനം IT-യിൽ ജോലി ചെയ്യുന്നത്? അപ്പോൾ ഒരു ഏജ് ഗ്രൂപ്പിൻ്റെയും വരുന്ന ബാക്കിയുള്ള പ്രഷേഴ്സ് കാരണം വരുന്നതാണ്. പക്ഷേ ഇത്തരം സ്ഥാപനങ്ങൾ ഇത്തരം മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തെ അതിജീവിക്കുന്നതിനുള്ള മാർഗങ്ങൾ ആവിഷ്കരിക്കേണ്ടതല്ലേ? ഉണ്ട്. ഇപ്പോൾ മിക്കവാറും പല കമ്പനികളിലും അവർ എന്താ പറയുന്നത്, അവരുടെ പോളിസീസിൽ തന്നെ ഉദാഹരണത്തിന് വൈകുന്നേരം 7 മണിക്ക് ശേഷം അല്ലെ 8 മണിക്ക് ശേഷം വർക്ക് ചെയ്യുന്നത് ഡെഫിനറ്റായിട്ട് ഫുഡ് ഷുഡ് ബി പ്രൊവൈഡഡ്. അവർക്ക് കാറിന് തിരികെ ഡ്രോപ്പ് ചെയ്യണം വീട്ടിൽ. പക്ഷെ അതിനേക്കാളും ഒരു റെഗുലറായിട്ട് ഒരു ടീമിൽ നിന്ന് ഒരാൾ എന്നും വൈകുന്നേരം ഉണ്ടെങ്കിൽ ആ മാനേജറോട് ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ടീമിലുള്ള ആൾക്കാർക്ക് എന്നും വൈകുന്നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത്? കാരണം നമ്മളതിന് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയും. പല കമ്പനികളും വർക്ക് ലൈഫ് ബാലൻസ് ഇസ് നോട്ട് അപ് ടു ദ മാർക്ക് എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ട് കമ്പനീസ് തന്നെ പ്രൊആക്റ്റീവായിട്ട് ആ വർക്ക് ലൈഫ് ബാലൻസിലേക്ക് ഇപ്പോൾ ട്രിവാൻഡ്രത്തുള്ള പല കമ്പനികളിലും വർക്ക് ലൈഫ് ബാലൻസ് പോരാ എന്നുള്ള രീതി. പക്ഷേ അതിൽ ആ കമ്പനികൾ തന്നെ ചില ഇനിഷ്യേറ്റീവ്സ് എടുത്തിട്ട് ഈ ഒരു ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ ഉടനെ അവരതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട്, കാരണം IT രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് ജീവനക്കാരാണ്, ഓട്ടോമേഷൻ അല്ല. അപ്പോൾ ആ ജീവനക്കാരുടെ ഇടയിൽ ഒരു ഡിസാറ്റിസ്ഫാക്ഷനോ ആ ജീവനക്കാരുടെ ഇടയിൽ അവർക്ക് പ്രൊഡക്ടിവിറ്റി കുറയോ അവർക്ക് എന്തെങ്കിലും സമ്മർദ്ദം വരികയാണെങ്കിൽ കമ്പനിക്ക് നല്ലതല്ല. ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ യൂണിയൻസ് ഇല്ലാത്തതിൻ്റെ കാരണവും മറ്റ് സ്ഥലങ്ങളെ പോലെ അല്ല. ഇവിടെ ആ ആളിനെ ജോലിയിൽ നിർത്തുക എന്നുള്ളത് കമ്പനിയുടെയും കൂടെ ആവശ്യമാണ്, ഉത്തരവാദിത്തമാണ്. പക്ഷേ IT-ൽ യൂണിയൻ വേണ്ട എന്നുള്ളൊരു നിലപാട് സാർ സ്വീകരിക്കുന്നുണ്ട്? IT-ൽ യൂണിയൻ നമ്മൾ ഇന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ഹെൽപ്ഫുൾ അല്ല. കാരണം സേവന വേതന വ്യവസ്ഥകളിൽ ഒരു ഉറപ്പും അല്ലെങ്കിൽ ജോലി സുരക്ഷിതത്വം ഒന്നും ഇല്ലാത്ത. ജോലി സുരക്ഷിതം എന്ന് പറഞ്ഞാൽ അവർ വേറെ എവിടെയെങ്കിലും പോകും. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ നിൽക്കണമെന്നില്ല. അങ്ങനെ ചാടിച്ചാടി പോകാനുള്ള അവസരങ്ങളുണ്ടോ ഇപ്പോഴും? ആൾക്കാർക്ക് അവസരം അല്ല. ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ കേരളത്തിൽ നമ്മൾ പറയുക, ഇല്ല ഇത് വേണം, നിങ്ങളൊരാളിനെ 24-ാമത്തെ വയസ്സിൽ അയാൾ എടുത്ത് അയാൾ 56-ാമത്തെ വയസ്സ് വരെ അയാൾ ആ ജോലിയിൽ തന്നെ തുടരണമെന്ന് പറയുകയാണെങ്കിൽ, ഒരു നിയമം വരികയാണെങ്കിൽ, ഇന്ന് തിരുവനന്തപുരത്തുള്ള IT ജോലികളിലെ 95% മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകും. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, IT രംഗത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ അവരൊരിക്കലും സമ്മതിക്കില്ല, എനിക്ക് 1 വർഷം കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ശമ്പളം എൻ്റെ കൂടെ ജോയിൻ ചെയ്ത് എല്ലാവരുടെയും ഒരേ ശമ്പളത്തിലേക്ക് മാറണം. അപ്പോൾ പിന്നെ പറ്റുന്ന എന്താ, നമ്മൾ മീഡിയോക്രിറ്റി എൻകറേജ് ചെയ്യാണ്. IT രംഗത്ത് നമ്മൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും അതിൽ വന്നവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ദേ ക്യാൻ ഗ്രോ വെരി ഫാസ്റ്റ്. ആ ഗ്രോത്തിൻ്റെ ഇതാണ് നമ്മൾ വളരെ ഹൈ സാലറീസ് കാണുന്നത്. ചില ശമ്പളങ്ങൾ കേട്ടാൽ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അന്ന സെബാസ്റ്റ്യൻ ആണെങ്കിലും നല്ല ഒരു ക്രെഡൻഷ്യൽസ് ഉള്ള ഒരു ആളായിരുന്നു, നല്ലൊരു ഇതായിരുന്നു. അവർക്കും പക്ഷേ ഇങ്ങനെയുള്ളൊരു അവസ്ഥയല്ലേ നേരിടേണ്ടി വന്നത്? അതാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ പറ്റില്ല. പക്ഷേ ഒരു സ്ഥലത്ത് ഇങ്ങനൊരു ഇഷ്യൂ വരുന്നു എന്നുള്ളൊരു തോന്നൽ വരികയാണെങ്കിൽ അതിന് കറക്റ്റീവ് ആക്ഷൻ ആ മാനേജർ എടുക്കണം. അല്ലെങ്കിൽ ഈ വ്യക്തി തന്നെ അത് കോൾ ഔട്ട് ചെയ്യണം. ഈ ഒരു പ്രോബ്ലമുണ്ട്, വർക്ക് പ്രഷറുണ്ട്. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഈ ബഡി കണക്റ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്.
അതായത് പുതിയതായിട്ട് ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ കോവിഡ് കഴിഞ്ഞ സമയത്ത് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. കാരണം പണ്ടത്തെ പോലത്തെ ലോങ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഇല്ല. ആ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് കുറച്ച് വർക്ക് പ്രഷർ വരുന്നു, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നു, അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നു വരുന്നു. പക്ഷേ അതൊക്കെ മാറി പലരും വർക്ക് ഫ്രം ഹോമും ഒക്കെ ആയിട്ട് ഇരുന്ന് പോകുന്നു. അപ്പോൾ ബഡി കണക്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സീനിയർ ആയിട്ടുള്ള ഒരാളുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇയാളുമായിട്ട് ഇവർ സംസാരിക്കും പറയും എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, ഹൗ ഡു ഐ ഹാൻഡിൽ ഇറ്റ്. ഇങ്ങനെയാണ് നോ യു റേസ് ഇറ്റ് saying that you can't be doing this, you've been continuously doing so many days, it's not possible പറയണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു ബഡി കണക്ട്, അപ്പോൾ അത് കമ്പനികളുടെ ഭാഗത്ത് അങ്ങനത്തെ ചില പോളിസീസ് ഉണ്ട്. ചിലയിടത്ത് അത് ഫോളോ ചെയ്യണമെന്നുണ്ടായിരിക്കും, ചിലടത്ത് ഫോളോ ചെയ്യുന്നില്ലായിരിക്കും. ഈ വർക്ക് ഫ്രം ഹോം എന്നുള്ള അത് ഇപ്പോൾ കോവിഡ് കാലത്താണ് അത് കൂടുതൽ സജീവമായത്. അതിൻ്റെ ഗുണവും ദോഷവും എന്താണ്? വർക്ക് ഫ്രം ഹോമിൽ നമ്മൾ പലരും വർക്ക് ഫ്രം ഹോം നല്ലതാണെന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷെ ഞാനൊരു 200 പേരടുപ്പിച്ച് പല കമ്പനികളുള്ള 200 പേരടുപ്പിച്ച് അവരുമായിട്ട് ഒരു ക്വിക്ക് ഒരു എക്സ്ചേഞ്ച് എടുത്ത് നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ വിചാരം പലരും ഞാൻ അല്ല ചോദിച്ചപ്പോൾ പറയും ലേഡീസ് വളരെ ഹാപ്പി ആയിരിക്കും വർക്ക് ഫ്രം ഹോം. അല്ല, കാരണം നമ്മുടെ കൾച്ചർ ഇസ് നോട്ട് എ വർക്ക് ഫ്രം ഹോം കൾച്ചർ. അമേരിക്കയിൽ നടക്കും, കേരളത്തിൽ നടക്കുന്ന എന്തോ ബാംഗ്ലൂർ ജോലി, വർക്ക് ഫ്രം ഹോം കേരളത്തിലാണ്. ഭാര്യയും ഭർത്താവും കേരളത്തിലാണ്. അവർ കേരളത്തിൽ വീടില്ല, എവിടെയും താമസിക്കും, ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കും. പണ്ട് ഈ ജോലി എന്ന ലേഡി അവരുടെ ഭർത്താവിൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യം നോക്കണം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാം. അത് രാവിലെ അവർ ഒരുമാതിരിച്ച് ഒരു മെയ്ഡ് ആരെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യും, അവർ ജോലിക്ക് പോകും. പിന്നെ വൈകുന്നേരം തിരികെ വരുമ്പോൾ കുട്ടികളാരെങ്കിലും പിക്കപ്പ് ചെയ്യുന്നു, വരുന്നു, കുട്ടികളെ കാണുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് അവരുടെ തീർന്ന ഹസ്ബൻഡും വൈഫും വർക്ക് ലോഡ് ഷെയർ ചെയ്യുന്നു, പോകുന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർ അമ്മായിയപ്പൻ്റെ കാര്യം നോക്കണം, അമ്മായിയമ്മയുടെ കാര്യം നോക്കണം, ഒരു നാത്തൂനുണ്ടെങ്കിൽ അവരുടെ കാര്യം നോക്കണം. വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടിയും വരുന്നുണ്ട്. കൾച്ചറിലുള്ള ജോലിയും ചെയ്യേണ്ടി വരും. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഡിവോഴ്സ് ലോയേഴ്സിനോട് ഞാൻ ഈ കോവിഡിൻ്റെ സമയത്ത് സംസാരിച്ചു. അവർ പറഞ്ഞു, അപ്പോൾ ഈ കേസുകളും അവർ പറഞ്ഞു ഒരു കേസ് ഉണ്ടായിരുന്നു. അതായത് വളരെ ഹാപ്പി ആയിട്ട് ബാംഗ്ലൂരായിരുന്നു, ഇവിടെ വന്നു. ഭാര്യയും ഭർത്താവും വരുന്നു, 2 പേർക്കും വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ 2 മുറിയിലായിട്ട് ഇരിക്കുക. അപ്പോൾ മെയിൻ റൂമിൽ ഹസ്ബൻഡ്, ഇന്ന് മകൻ, അമ്മായിയപ്പനുണ്ട്, ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടിക്കും വർക്ക്, ഈ ലേഡി ഓൾസോ ഹാസ് ടു വർക്ക്, അവർക്കും വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ വേറൊരു റൂമിലിരിക്കുകയാണ്. കുഞ്ഞ് കരഞ്ഞാൽ നല്ലൊരു വെൽ ഓഫ് ഫാമിലിയാണ്. അമ്മായിയമ്മയും റമ്മി കളിക്കുക. ശരി, ഇവിടെ നിന്ന് മദറിനുള്ള വിളിച്ച് പറയാ, കുഞ്ഞ് കരയണ കേട്ടില്ല, ഞാൻ കുഞ്ഞിനെടുത്ത് നീ അതിലിട്ട് കൊട്ടിക്കൊണ്ടിരിക്കാതെ കുഞ്ഞിനെ എടുത്തു. ആ കുട്ടി അവിടെ ഒരു കോളിലാണ്, ഷി കാൻ കം. ആ ടൈപ്പ് ഓഫ് ഇൻസിഡൻസിനെ പറ്റി നമ്മൾ ആലോചിക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു ഇതുള്ളത് മറ്റ് സംസ്ഥാനങ്ങൾ പോലെയല്ല. കേരളത്തിൽ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വലുതായിട്ട് വരുന്നില്ല. പ്രൊഡക്ടിവിറ്റി കമ്പനീസിൻ്റെ കുറയുന്നു, പക്ഷെ അതിനേക്കാളും നമ്മൾ ഈ പറഞ്ഞ പ്രഷേഴ്സ് കൂടുന്നു. അപ്പോൾ അതിൽ എനിക്ക് പ്രധാനപ്പെട്ട ഒരാൾ എന്നെ ഒരിക്കൽ വിളിച്ചിട്ടൊരു ഫാമിലിയുടെ കാര്യം പറയുന്നു. ഇങ്ങനെ ഹസ്ബൻഡ് വൈഫ് ഇതാണ്, ഇപ്പോൾ അവർ ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്യാനുള്ളത്, അവർക്ക് വേറൊരു സിറ്റിയിലാണ് വർക്ക് അവിടെ കൊടുക്കണം, കാരണം ആ ഫാമിലി അവിടെ നിന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെന്ന് പറഞ്ഞു. ചെക്ക് ചെയ്തിട്ട് ഞാൻ ആ കമ്പനിയിൽ HR ആളിനോട് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, സാറേ ചെയ്യല്ലേ, അത് ആ പെൺകുട്ടിയല്ല, അവരെ ഫാദറിൻലോയാണ് ഇയാളെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് അവിടെ നിന്ന് വർക്ക് ചെയ്യാൻ. അത് ശരി. ആ കുട്ടിക്ക് എങ്ങനെയെങ്കിലും ട്രിവാൻഡ്രത്തോട്ട് വന്നാൽ മതി. ട്രിവാൻഡ്രത്തേക്ക് വന്ന് വർക്ക് വന്നാൽ ആ കുട്ടി ഹാപ്പിയാണ്, കാരണം ഹസ്ബൻഡും ആ കുട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇതിൻ്റെ ആ ഒരു സോഷ്യൽ സൈഡ് കേരളൈസിലാണ്. വെളിയിലൊക്കെ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ഒരു ഏജ് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് താമസിക്കുക. അവർ ഹസ്ബൻഡ് വൈഫ് തനത്താനാണെങ്കിൽ വീടാണ്, ഒരു വീട്ടിലൊരു ചെറിയ ഓഫീസുണ്ട്. നമ്മുടെ ഇവിടെ ഏത് വീട്ടിലാണ് ഒരു 2 ഓഫീസുകളിലുള്ള സ്ഥലമുള്ളത്? അപ്പോൾ ബെഡ്റൂമിൻ്റെ ഒരു സൈഡിലായിരിക്കും, അല്ലെങ്കിൽ ഡൈനിങ് റൂമിലായിരിക്കും. അതിനിടയ്ക്ക് അമ്മായിപ്പം കയ്യിൽ കൊടുത്തുകൊണ്ട് അതിങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, അല്ലെങ്കിൽ അച്ഛൻ കയ്യിൽ കൊടുത്തുകൊണ്ട് നടക്കുന്നു. പെൺകുട്ടികൾ ഹാപ്പിയാണ്, അവരെ വീട്ടിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം. പക്ഷെ അത് മാരീഡ് ആയിട്ടുള്ളവർക്ക് വളരെ, ഹസ്ബൻഡ് അവിടെ പോയി താമസിക്കുക, ഒരു മെൻ്റൽ ബ്ലോക്ക് വരും. അത് ഡിവോഴ്സിനൊരു കാരണമാണ്. ഉണ്ട്, പല കേസുകളും വന്നിട്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ ഏത് രീതിയിൽ ഇതിനെ മറികടക്കാം എന്നാണ്, എന്താണ് പോകുമ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ മാറണം? ഇതിൽ ഞാൻ പറയുന്നത് എല്ലാവർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. കമ്പനികൾക്ക് കുറേ പോളിസീസിൽ അവർക്കുള്ള പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. രണ്ടാമത് സൊസൈറ്റി, ഞാൻ ഈ പറഞ്ഞ ഇഷ്യൂസ് വരാതിരിക്കാൻ വേണ്ടി, പ്ലസ് യു ഹാവ് ടു ഹാവ് സംവെയർ വെയർ യു ക്യാൻ ടോക്ക്, എക്സ്ചേഞ്ച് ഐഡിയാസ്. 3 ഇൻഡിവിജ്വൽ. ഏറ്റവും പ്രധാനപ്പെട്ടത് പേരൻറ്റിങ്. ഇതിന് മാത്രമല്ല, എല്ലാ ഇഷ്യൂസിനും നമ്മളിന്ന് കാണുമ്പോൾ പേരൻറ്റിങ് ഒരു വലിയൊരു മാറ്റമാണ്. അപ്പോൾ സ്കൂൾ തലത്ത് തന്നെ കുട്ടികളിലെ പ്രഷേഴ്സ്, ഇപ്പോൾ നമ്മൾക്ക് പറ്റുന്ന ഒരു കാര്യം പറയാം. ഒരു കുട്ടി SSLC
വരെ പാസ്സായി അങ്ങ് പോകുന്നു. ഇപ്പോൾ ചെറിയ ചേഞ്ച് ഗവൺമെൻറ് കൊണ്ടുവരുന്നുണ്ട്. അയാൾ +2 ഇതുപോലെ പാസ്സായി വന്നു. ഒരു യൂണിവേഴ്സിറ്റി പോയ ചെറിയ തോറ്റുപോയാൽ തീർന്നില്ല അയാൾ. ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. രണ്ടാമത് വി ഹാവ് ടു കോൾ എ സ്പേഡ്. ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലം ഉണ്ട് വിളിച്ച് പറയുക. ആ ഒരു എൻ്റെ ജോലി പോയാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു തോട്ടല്ല. ദിസ് ഇസ് നോട്ട് ഇൻ മൈ വേ ഓഫ് വർക്കിംഗ്, ഐ നീഡ് ടു വർക്ക് എൽസ്വെയർ. അപ്പോൾ ആ സമയത്ത് ഞാൻ സാധാരണ പറയാറുള്ളത്, വെൻ എവർ യു തിങ്ക് ദാറ്റ് ദ കമ്പനി ഈസ് നോട്ട് ഡൂയിങ് ജസ്റ്റിസ് ടു യു, ഇറ്റ് ഇസ് ടൈം ഫോർ യു ടു ലീവ് ദ കമ്പനി. Also, when you think you are not doing justice to the company, it is time for you to leave the company. കാരണം സർക്കാർ പോലെ എനിക്ക് പോരാ, വർക്കില്ല, എന്നാലും ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം, പെൻഷൻ ആവണവരെ, അത് പാടില്ല. ദാറ്റ്സ് നോട്ട് ഫെയർ ഓൺ ദി കമ്പനി ഓൾസോ. ജോലി മാത്രമല്ല ജീവിതം, അല്ലേ? മാത്രമല്ല ജീവിതം. ഇപ്പം ഈ ടെക്നോ പാർക്ക് വിഭാവന ചെയ്ത സമയത്ത് പ്രതീക്ഷിച്ച പോലെ കേരളത്തിലെ IT രംഗം വികസിച്ചു. ടെക്നോ പാർക്ക് നമ്മൾ കൺസെപ്ച്വലൈസ് ചെയ്യുന്ന സമയത്തുള്ളതിനേക്കാളും ഒരുപാട് മാറിയിട്ടുണ്ട്. ഒരുപാട്. കാരണം നമ്മൾ ഓർക്കാനുള്ള ഇത് ഇന്നലെ അതില്ല, 1990 ആണ്. 1990 ഇന്ത്യ ഓപ്പൺ അപ്പ് ചെയ്തിട്ടില്ല. നമ്മൾ അന്ന് ടെക്നോ പാർക്കിന് 5000 പേർക്ക് തൊഴിൽ നേരിട്ടും 20,000 പേർക്ക് പരോക്ഷമായിട്ട് തൊഴിലെന്നാണ് ഉദ്ദേശിച്ചത്. അതിൻ്റെ എത്രയോ മടങ്ങ്. ഇന്ന് ഏകദേശം തിരുവനന്തപുരത്ത് 1,00,000 കൂടുതൽ ആൾക്കാർക്ക് ഇന്ന് ജോലിയുണ്ട്. കേരളത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ, കേരളത്തിൽ മൊത്തം നോക്കിയാൽ ട്രിവാൻഡ്രത്താണ് ഏറ്റവും കൂടുതലുള്ളത്. കേരളത്തിൽ മൊത്തം നമ്മൾ നോക്കിയാൽ എനിക്ക് തോന്നുന്നൊരു 2-2.5 ലാഖ് ആൾക്കാർക്ക് ജോലി കാണും. പാർക്കുകളിൽ മാത്രമല്ല, കമ്പനികളെല്ലാം കേരളത്തിൽ വന്നിട്ടുണ്ട്. IT രംഗത്ത് മിക്കവാറും പ്രധാനപ്പെട്ട വലിയ കമ്പനികൾ വന്നിട്ടുണ്ട്. മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന് പറയുന്നവർ കുറവാണ്. MNCs ഉണ്ട്. നമ്മുടെ ഇവിടെ നിന്ന് തന്നെ ഡെവലപ്പ് ചെയ്ത MNCs ഉണ്ട്. നമ്മളിപ്പോൾ ശരിക്കും സൺടെക്കോ, USTO, IBSO നോക്കണം, അവരെല്ലാം ഇന്ന് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ആണ്. പല രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരു ഇതാണ്. ശരിക്കും മൾട്ടി അല്ല, ട്രാൻസ്നാഷണൽ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമുക്കിവിടെ വന്നിരിക്കുമ്പോൾ ഉദാഹരണത്തിന് മൈക്രോസോഫ്റ്റ് വന്നിട്ടില്ല, പക്ഷേ ഓറക്കിൾ വന്നിട്ടുണ്ട്, നമുക്ക് അലിയാൻസ് വന്നിട്ടുണ്ട്, ഒരു ഇൻ്റർനാഷണൽ കമ്പനിയാണ്. അങ്ങനെ ഒരുപാട് കമ്പനീസ് നമുക്ക് വന്നിട്ട്, IBM വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ആ രീതിയിൽ കമ്പനീസ് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ പൊട്ടൻഷ്യൽ നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റിയോ ഇല്ലയോ എന്നുള്ളൊരു വലിയ ചോദ്യം. ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. കാരണം അത് പലപ്പോഴായിട്ട് വന്ന ചില കാരണങ്ങളാൽ നടന്നില്ല. പക്ഷേ ആ ഒരു ചേഞ്ച് വരുന്നുണ്ട്. പക്ഷേ ഇനിയും നമുക്കൊരിക്കലും ഇന്ത്യയിൽ IT രംഗത്ത് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ കൊടുക്കുന്ന സംസ്ഥാനമായിട്ട് മാറാൻ ഒക്കില്ല. ദ ഗ്യാപ്പ് ഇസ് വെരി വെരി ഹൈ. ഇപ്പോൾ തലസ്ഥാനത്തിനെ മാത്രം എടുത്ത് തന്നെ കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ അതിലൊക്കെ മാറ്റം ഉണ്ടാകും. ഇപ്പം അതിലൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. പിന്നെ നമ്മുടെ ഇന്നൊന്നും കണക്ടിവിറ്റി ഒരു ഇഷ്യൂ അല്ല. കണക്ടിവിറ്റി ഇന്നൊരു ഇഷ്യൂ അല്ല. അത് പണ്ട് ഡിജിറ്റൽ കണക്ടിവിറ്റി ഉണ്ടായിരുന്നു, പക്ഷേ എയർലൈൻ കണക്ടിവിറ്റി ഇല്ല എന്ന് പറയാം. അല്ലെങ്കിലും ഇന്ന് അതൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ എയർപോർട്ടിൻ്റെ തന്നെ ഒക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ ഫ്ലൈറ്റ്സ് ഒരുപാടുണ്ട്. പണ്ടൊക്കെ ഒരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 2-3 ഫ്ലൈറ്റുകളുണ്ട്. ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് ഇനിയും വരും. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു നെഗറ്റിവിറ്റി പറയാനില്ല. ഒരു വലിയൊരു അഡ്വാൻറ്റേജ് വരുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ, പലപ്പോഴും കമ്പയർ ചെയ്ത് ബാംഗ്ലൂരായിട്ടാണെങ്കിലും ബാംഗ്ലൂരിലെ ക്വാളിറ്റി ഓഫ് ലൈഫിനെക്കാളും, ഞാൻ ഇന്നലെ ഒരു വലിയൊരു ഗ്രൂപ്പ് എന്നെ കാണാൻ വന്നിരുന്നു, അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് ക്വാളിറ്റി ഓഫ് ലൈഫ് സെവറൽ ടൈംസ് ബെറ്ററാണ് കേരളത്തിൽ. കോസ്റ്റ് അറ്റ്ലീസ്റ്റ് 30-40% ലോവറാണ്. ഒരു ഇൻഡിവിജ്വൽ ബാംഗ്ലൂരിൽ കിട്ടുന്ന അതേ ശമ്പളത്തിന് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ, തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ അയാളുടെ സേവിങ് 20-30% കൂടും. അതേ ശമ്പളത്തിന് വരികയാണെങ്കിൽ. ശമ്പളം കൂടി വരികയാണെങ്കിൽ സേവിങ് കുറേ കൂടെ കൂടും. പിന്നെ വേറൊരു കാര്യം, ഒന്ന് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകാനോ എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോകാനോ ഇതുപോലെ സൗകര്യമുള്ള വേറെ സ്ഥലമില്ല. അരമണിക്കൂറിൻ്റെ എവിടെയും എത്താം. ഒരു അരമണിക്കൂർ കൂടുതലാണ് നമ്മൾ ഇത്രയും ദൂരം എന്നാണ് പറയുന്നത്. ബാംഗ്ലൂരിൽ അങ്ങനെ ഒരു അരമണിക്കൂറിന് 1 മണിക്കൂറിൻ്റെ എത്തുന്ന ആൾക്കാർ വളരെ ചുരുക്കം. ഭയങ്കര ട്രാഫിക് ഭയങ്കര പ്രശ്നമാണല്ലോ. ട്രാഫിക്ക് ഒന്ന് മഴ പെയ്താൽ പിന്നെ ഓഫീസിലുള്ള ആളിന് വീട്ടിൽ എത്താൻ പറ്റുമെന്ന് തന്നെ സംശയമാണ്. ആ രീതിയിലുള്ള, അപ്പോൾ ആ ഒരു ഡെവലപ്മെൻറ്റൽ ബെനിഫിറ്റ്സ് നമുക്ക് ഉണ്ട്. പിന്നെ ഒരു കാര്യം ക്ലിയറാണ്, നമുക്ക് തിരുവനന്തപുരത്തെ ബാംഗ്ലൂർ ആക്കാൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിച്ചോളൂ. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ബോംബെയിൽ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ ബാംഗ്ലൂരേക്ക് മാറിയത്. എന്നിട്ട് ബാംഗ്ലൂരിൻ്റെ ബോംബെ കാലം മോശമാക്കി. അത് വരാൻ പാടില്ല. നമുക്ക് ഇന്നുള്ള അഡ്വാൻറ്റേജസും നമ്മുടെ ഇന്നുള്ള ഒരു ലൈഫ് സ്റ്റൈലിലുള്ള കാര്യങ്ങളും എല്ലാം നന്നായിട്ട് പോവുകയും ആൾക്കാർക്ക് നല്ല എയർ ശ്വസിക്കാനും ഒക്കെ ഉള്ള ഒരു ഇതായിട്ട് തുടരണം. ഇപ്പോൾ സാറ് ആസൂത്രണ ബോർഡിലെ മുൻ അംഗം കൂടിയാണ്. ഇപ്പോൾ ഈ പദ്ധതി വിഹിതം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതമൊക്കെ വലിയ രീതിയിൽ വെട്ടിക്കുറച്ചു. അത് ഈ വികസന പ്രക്രിയയെ ബാധിക്കില്ലേ? ഭയങ്കരമായിട്ട് ബാധിക്കും. നമുക്ക് പ്ലാൻ ഫണ്ട് കട്ട്
എത്ര വന്നാലും അതിന് ഇമ്പാക്റ്റ് വരും. ലോക്കൽ ബോഡീസിന് മാത്രമല്ല, ഡിപ്പാർട്ട്മെൻറ്റ്സിനുള്ള പ്ലാൻ ഫണ്ട് കട്ട് വന്നാലും പറ്റാൻ പോകുന്നത്, പ്ലാൻ ഫണ്ട് കട്ട് ചെയ്താൽ അതിൻ്റെ അർത്ഥം ഡെവലപ്മെൻറ്റ് അത്രയും പെർസെൻറ്റേജ് നടക്കുന്നില്ല. നോൺ പ്ലാൻ എന്ന് പറഞ്ഞാൽ ശമ്പളവും ബാക്കി കാര്യങ്ങൾ നടന്നു പോകാനാണ്. ഇപ്പം നടക്കുന്ന കാര്യം നടക്കുമെന്നല്ലേ, വികസനം നടക്കുന്നില്ല. അത് പ്ലാൻ ഫണ്ട് കട്ടാണ് അതിൽ ഏറ്റവും വലിയൊരു പ്രോബ്ലം വരുന്നത്. ഇപ്പം തന്നെ കടം വാങ്ങിക്കുന്ന പരിധി കഴിയുന്നു, വേറെ കടമെടുക്കാൻ മാർഗമില്ല, കേന്ദ്ര സഹായം കിട്ടുന്നില്ല എന്ന് ഇവരെപ്പോഴും പറയുന്നുണ്ട്. ഇതൊരു വലിയ ടോട്ടൽ ഒരു എന്താ പറയുക, ഒരു അനിശ്ചിതത്വത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ഈ ധനകാര്യ മാനേജ്മെൻറ്റ് ശരിയായ രീതിയിലാണോ? ഇതിൽ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു ഈ ഗവൺമെൻറ് പിണറായി ഗവൺമെൻറ് ആദ്യത്തെ ടൈമിൽ ഞാൻ ഒരിക്കൽ പറഞ്ഞു, വി ആർ മൂവിങ് ടുവേർഡ്സ് ബാങ്ക്രപ്സി. വലിയ എനിക്കിതിനായിട്ട് ഭയങ്കര ഇതായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കാരണം നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ആർ നോട്ട് ഇൻ ദി ഓവറോൾ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് അല്ല എന്ന് പറഞ്ഞു. പക്ഷെ നമുക്കുള്ളൊരു ഇഷ്യൂ എന്ന് പറയുന്നത്, നമുക്ക് ഒന്ന് നമ്മുടെ ഫോക്കസ് ശരിക്കും കേരളത്തിൻ്റെ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ ഒരു തോന്നലിൽ കേരളത്തിലെ ഫോക്കസ് ഹാസ് ടു ബി ഓൺ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. കേരളത്തിൽ ജോബ്സ് ക്രിയേറ്റ് ചെയ്താൽ വേറെ ഒന്നും നോക്കണ്ട, സർക്കാരിൻ്റെ വരുമാനം കൂടും. കാരണം നല്ല ജോബ്സ് ക്രിയേറ്റ് ചെയ്താൽ അതിൽ ടാക്സ് വരുന്നു, നല്ല ജോബ് ക്രിയേറ്റ് ചെയ്ത് അവിടെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചാൽ അതിൻ്റെ ടാക്സ് വരുന്നു. ശരിക്കും നമ്മൾ ജോബ് ക്രിയേഷനിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ വി ക്യാൻ ഹാവ് എ ബിഗ് ചേഞ്ച് ഇൻ കേരള. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി വളരെ സങ്കീർണമാണല്ലേ? ഫിനാൻഷ്യൽ ഇത് ബുദ്ധിമുട്ടാണ്. അതിൽ ചില കാര്യങ്ങൾ ചിലപ്പോൾ കട്ട് ചെയ്യേണ്ടി വരും, ചില കാര്യങ്ങൾ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. പക്ഷേ അതിനുള്ള പ്രശ്നം എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മൾ പണ്ട് ഈ നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത് അവർ ഈ ഒരു ചെറിയ വിഭാഗം ആൾക്കാർ വലിയൊരു വിഭാഗം ആൾക്കാരെ ചൂഷണം ചെയ്തത് അതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് പക്ഷെ നടക്കുന്ന അതാണ്, ഒരു ചെറിയ വിഭാഗം ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ സർക്കാർ ജീവനക്കാർ, എൻ്റെയും റിലേറ്റീവ്സ് ഒരുപാട് പേരുണ്ട്. പക്ഷേ ഒരു ഹസ്ബൻഡും വൈഫും ഗവൺമെൻറ്റിൽ ജോലി ചെയ്തൊരു കേസ് എടുക്കുകയാണെങ്കിൽ അതിൽ ആരെങ്കിലും ഒരാൾ മരിച്ചാൽ മറ്റേയാൾക്ക് കിട്ടുന്ന പെൻഷനും കിട്ടും, മറ്റേ വിധവാ പെൻഷൻ അല്ലെങ്കിൽ സ്പൗസിൻ്റെ പെൻഷൻ കിട്ടുന്നുണ്ട്. എന്തിനാ 1500 രൂപ പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് ഒരു ക്ഷേമനിധി എന്ന് പെൻഷൻ നമ്മൾ കട്ട് ചെയ്തു. എന്തുകൊണ്ടാണ് സർക്കാർ ജീവനക്കാരുടെ ചെയ്യാൻ പാടില്ലാത്തത്? എന്തിനാണ് നമുക്ക് ഈ 5 ഇയേഴ്സിലൊരിക്കൽ അല്ല ഈ ശമ്പള പരിഷ്കരണം ആവശ്യമില്ല? അതുപോലെ തന്നെ ഇന്ന് എത്രയോ പേർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളത്തിൻ്റെ എത്രയോ ഇരട്ടിയാണ് ശമ്പളം പെൻഷൻ കിട്ടുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള അതുപോലെ തന്നെയാണ് നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ പോലത്തെ കാര്യങ്ങളും. അതിലൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങൾ ഡിഫിക്കൽട്ട് ഡിസിഷൻസാണ്. ആ ഡിഫിക്കൽട്ട് ഡിസിഷൻ നമുക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഒരു സ്ഥിതിയുടെ ആവശ്യമില്ല. ചെലവ് ചുരുക്കൽ എന്ന് പറയുന്നത് എപ്പോഴും പറയുമെങ്കിൽ അതൊന്നും പ്രായോഗികമായിട്ട് നടപ്പിലാവുന്നില്ല. ചെലവ് ചുരുക്കൽ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും വരുന്നത് എന്താ പറയുന്നത്, അതിൽ ഏറ്റവും കുറഞ്ഞ എവിടെയെങ്കിലും ആർക്കെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന രീതിയിൽ ഉള്ള, അല്ലെങ്കിൽ താല്പര്യം ഇല്ലാത്തൊരു ഏരിയയിൽ ബുദ്ധിമുട്ടുന്നത് കുഴപ്പമില്ല. അല്ലാതെ ഒരു ചെലവ് ചുരുക്കൽ നടക്കുന്നില്ല. ചെലവ് ചുരുക്കൽ കോൺഷ്യസ് ആയിട്ട് ചെയ്താൽ മാത്രമേ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കമ്പനി 25,000 പേരെ പറഞ്ഞു. ആ കമ്പനി 25,000 പേരെ പറഞ്ഞു വിടണ്ടെന്ന് പറഞ്ഞിരുന്ന ആ കമ്പനിയിലിപ്പോൾ താഴെ പോകും. അപ്പോൾ ചിലപ്പോൾ 1,00,000 പേർക്കായിരിക്കും ജോലി നഷ്ടപ്പെടുന്നത്. ഗവൺമെൻറ്റിൽ ആ ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ ഗവൺമെൻറ് ഞാൻ ആൾക്കാരെ പിരിച്ചുവിടണമെന്ന് പറയുന്നില്ല, പക്ഷേ ആൾക്കാരെ റീഡിപ്ലോയ് ചെയ്യാം, പുതിയ റിക്രൂട്ട്മെൻ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ബെനിഫിറ്റ്സ് കുറയ്ക്കാം. അതെ, ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സർക്കാരിൽ ചില ഉന്നത ഉദ്യോഗസ്ഥർക്ക് ചിലപ്പോൾ 2-3 പ്യൂണും 2-3 കാറും 2-3 സെക്രട്ടറീസ് ആവശ്യമില്ല. അതുപോലെ റിട്ടയർ ചെയ്തവരെല്ലാം വലിയ ശമ്പളത്തിൽ വീണ്ടും നിയമിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കാവുന്നതാണ്. കാരണം ഡെഫിനറ്റായിട്ടും ഇതിലൊരു കാര്യം മനസ്സിലാക്കണം, ഏത് പൊളിറ്റിക്കൽ പാർട്ടി ഇത് ചെയ്താലും അവരുടെ വോട്ടിൽ മാറ്റം വരാൻ പോകുന്നില്ല. കാരണം നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ജീവനക്കാരുടെ ഇടയിൽ ഇപ്പോൾ LDF എടുക്കുന്ന ഒരു തീരുമാനം, ഒരു LDFൻ്റെ യൂണിയനോട് ബന്ധപ്പെട്ട ഒരു എംപ്ലോയി ഒരിക്കലും LDFനെതിരായിട്ട് വോട്ട് ചെയ്യില്ല. UDF ആണ് ആ തീരുമാനം. അവർക്ക് UDFകാർ LDFകാരന് ഇതിനു വേണ്ടി വോട്ട് ചെയ്യില്ല. വോട്ട് ബാങ്കിനെ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ അതിൽ പ്രോബ്ലം എന്ന് പറയുന്നത് ആ വോട്ട് ബാങ്ക് ആണെന്നുള്ളൊരു തോന്നൽ വെച്ചിട്ട് ഇത് വരുന്ന ഈ പറയുന്ന ഗ്രൂപ്പ് ഒരു ചെറിയ, ഞാൻ നേരത്തെ പറഞ്ഞൊരു മൈനോറിറ്റിയാണ്. അതെ അതെ അതെ. ശരിക്കും നോക്കേണ്ട കേരളത്തിലെ മൊത്തം പ്രയോജനം വരത്തക്കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതും ഇവിടെ നല്ല ആൾക്കാരുണ്ട്, അവർക്ക് ശമ്പളം കൂട്ടി കൊടുക്കുക. പക്ഷേ ഇത് നമ്മൾ കറക്റ്റായിട്ട് പോവുക, പെൻഷൻ പ്രായം കൂട്ടാം. അതെ, പെൻഷൻ പ്രായം അപ്പോൾ ചെയ്യാനുള്ളത് ഒരു 55 വയസ്സ് കഴിയുമ്പോൾ നോക്കുക എത്ര നാൾ ഇയാൾ ലീവ് എടുത്തിട്ടുണ്ടോ നോക്കുക.
കുറേ ലീവ് എടുത്ത ഒരാളിന് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അയാളുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കുക, നല്ല ഹെൽത്ത് കണ്ടീഷനെ നോക്കുക, അയാളുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കുക. അപ്പോൾ ക്ലിയർ ആയിട്ട് പറയും ഒരു ഇത്ര ശതമാനം ആൾക്കാർക്ക് പോകാം, മുന്നോട്ട് പോകാം. അപ്പോൾ അങ്ങനത്തെ ചില തീരുമാനം, ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള കുറേ ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ ഡെഫിനറ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, ബുദ്ധിമുട്ട് വരില്ല. കേഡറിന്റെ പ്രവർത്തനം എങ്ങനെ പോകുന്നു? കേഡറിൻ്റെ നന്നായിട്ട് പോകുന്നു. കുറച്ച് സെന്ററാണുള്ള ഇപ്പോൾ 3 സെൻറ്റർ തിരുവനന്തപുരത്ത്, PMGയിൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾ, ശാസ്തമംഗലത്ത് ഒരു 7 മുതൽ 13, 16 വരെയുള്ള കുട്ടികൾ, വഴുതക്കാട്ടുള്ളത് 18 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ. പക്ഷേ ഓട്ടിസം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളൊരു പ്രോഗ്രാമാണ്. ഇപ്പോൾ അവർ അവിടെ ഒരു അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് ഒരാൾ ചെയ്യേണ്ടത്? അവിടെ ഒരു അഡ്മിഷൻ കിട്ടുന്ന ഒരാൾ അവിടെ വിളിക്കുക, ആ കുട്ടിക്ക് ഒരു അസസ്മെൻറ്റ് ചെയ്യും. ആ കുട്ടിക്ക് ഞങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാം കൊണ്ട് പ്രയോജനം വരികയാണെങ്കിൽ വി വിൽ ടേക്ക് ദാറ്റ് ചൈൽഡ് ഓൺ. പിന്നെ ചിലപ്പോൾ ഞങ്ങൾക്ക് ഒരു റെസ്ട്രിക്ഷൻ വരും, സ്പേസ് കാണില്ല അല്ലെങ്കിൽ സ്റ്റാഫ് കാണില്ല. പക്ഷേ ഞങ്ങൾ വേറൊരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട്, അത് പേരൻറ്റ് മീഡിയേറ്റഡ് ഇൻ്റർവെൻഷൻ എന്ന്. അതായത് ആ പേരൻറ്റിന് ഇപ്പം ഞങ്ങളുടെ അവിടെ ചെറിയ ഫീസ് കളക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരുപാട് CSR. അപ്പോൾ ഞങ്ങൾക്ക് ഒരു കുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ഏകദേശം 5 ലക്ഷം രൂപയാണ് ഒരു വർഷം ചിലവാകുന്നത്. ശരി. അപ്പോൾ അതിലൊരു നല്ല ശതമാനം ഡൊണേഷൻസ് എന്നൊക്കെ വരുന്നു, ബാക്കി പേരൻസ് പേ ചെയ്യുക. പക്ഷേ പല പേരൻസിനും നമ്മൾ പറയുന്ന ഫീ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അങ്ങനെയുള്ളവർക്ക് പേരൻറ്റ് മീഡിയേറ്റഡ് ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ടോട്ടലി ഫ്രീ ആയിട്ട് ചെയ്യുന്നത്, അത് പലരും സപ്പോർട്ട് ചെയ്യുന്നത്. 3 ആഴ്ചത്തേക്ക് രക്ഷകർത്താവും കുട്ടിയും കൂടെ വരുന്നു. ഒരു 6 വയസ്സിന് താഴെയുള്ള, ഇപ്പോൾ 10 വയസ്സ് വരെ നമ്മൾ എടുക്കുന്നുണ്ട്. 3 ആഴ്ചയ്ക്ക് അവർ വരുന്നു. അതിൽ ആദ്യത്തെ ആഴ്ച ഞങ്ങളുടെ തെറപ്പിസ്റ്റ് കുട്ടിയായിട്ട് വർക്ക് ചെയ്യുന്നു, പേരൻറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നു. 2ാമത്തെ ആഴ്ച പേരൻറ്റും ഞങ്ങളുടെ തെറപ്പിസ്റ്റും കൂടെ ഒരുമിച്ച്. 3ാമത്തെ ആഴ്ച ആകുമ്പോൾ പേരൻറ്റ് മാത്രം വർക്ക് ചെയ്യുന്നു കുട്ടിയായിട്ട്. എന്നിട്ട് അവർ മാസത്തിലൊരിക്കൽ വരികയോ ഓൺലൈനായിട്ട് ചെയ്ത് ഈ കുട്ടിയുടെ ഓട്ടിസമുള്ള ഓരോ കുട്ടിക്കും വ്യത്യാസമാണ്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ, ആ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ റിവ്യൂ ചെയ്ത് പേരൻറ്റിന് വേണ്ട ട്രെയിനിങ് കൊടുത്തിട്ട് ആ രീതിയിൽ അത് ഞങ്ങളിപ്പോൾ കുറച്ച് പേർക്ക് അത് ചെയ്യുന്നുണ്ട്. അത് ആ ഒരു ഇതിന് വരികയാണെങ്കിൽ ഫീസ് ഒന്നുമില്ല, ടോട്ടലി സപ്പോർട്ട്. ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് അതുപോലെ ഞങ്ങൾ ഫീസ് കളക്ട് ചെയ്ത് മറ്റൊരു പ്രോഗ്രാം, എംപ്ലോയബിലിറ്റി ട്രെയിനിങ് പ്രോഗ്രാം. അതായത് 18 വയസ്സിന് മുകളിൽ ഒരു 26, 27 വയസ്സിന് താഴെയുള്ള ഓട്ടിസം ബാധിച്ച കുട്ടികൾ, 12ാം ക്ലാസ്സോ ഡിഗ്രിയോ കഴിഞ്ഞ കുട്ടികൾക്ക് നമ്മൾ അത് ഫീസ് കളക്ട് ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എല്ലാവർക്കും ജോലി കിട്ടുമോ നമുക്കറിയില്ല. നമ്മൾ പല കമ്പനികളെ ഇന്ന് കുറേ പേർക്ക് ഞങ്ങൾക്കൊരു 8-10 പേരെ നമുക്ക് ജോലി കൊടുത്ത് തിരക്കിട്ടില്ലാത്ത ജോലികൾ കൊടുക്കുകയും ചിലരൊക്കെ ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട്. നല്ല സാലറീസ് കിട്ടി, ആ ഒരു ഫാമിലിയിൽ തന്നെ മാറ്റം. അതിൽ വളരെ ഒരു ഇതായിട്ടുള്ള ഒരു കുട്ടി ഇവിടെ ലുലു മോളിലുള്ള വെസ്റ്റ് സൈഡ് എന്നൊരു കമ്പനിയിൽ അവർ പറഞ്ഞ ഒരാളിനെ എടുക്കാമെന്ന് പറഞ്ഞു. അവരിപ്പോൾ വേറെ ആൾക്കാരെയും കൂടെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ ഒരു 3-4 മാസം ഉണ്ടായിരുന്നു. എന്നിട്ട് അവിടെ ഒരു ഇൻറ്റേൺഷിപ്പിന് പോയി. ഞങ്ങൾ പേരൻസിനോട് പറയും പേയ്മെൻറ്റ് ഇല്ലാത്ത ഇൻറ്റേൺഷിപ്പ് എന്നാണ് പറയുന്നത്, പക്ഷേ ഞങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യും കമ്പനി ഹാസ് ടു പേ ദം. അപ്പോൾ ആ കുട്ടി വന്നിട്ട് പക്ഷേ ആ കുട്ടിയുടെ അമ്മ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു അമ്മ. അങ്ങനെ ആ കുട്ടിയെ ആ അമ്മ അയാളെ കുറേ കൂടി ഇൻഡിപെൻഡൻ്റ് ആക്കാൻ വേണ്ടി ഇന്ന് അയാൾ തന്നെത്താനൊരു സ്ഥലത്ത് താമസിച്ച് അയാൾ എന്നും പോയി ജോലിയും കഴിഞ്ഞിട്ട് തിരികെ വരും. അമ്മയായിട്ട് റെഗുലർ കോൺടാക്റ്റ് ഉണ്ട്, പക്ഷേ അമ്മയും അച്ഛനുമായിട്ട് അയാൾ കോൺടാക്റ്റ് ഉണ്ടെങ്കിലും സ്വന്തമായിട്ട് അയാൾക്ക് മൂവ് ചെയ്ത് പോയിട്ട് വരാനുള്ളൊരു ഇത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ ഇൻഡിപെൻഡൻ്റ് ആകും. ഇപ്പം ഞങ്ങളുടെ ഇവിടെ വരുന്ന ചില കുട്ടികളൊക്കെ സ്വന്തമായിട്ട് ഓട്ടോയിലും ബസ്സിലും കയറി വരുന്നുണ്ട്. ആ രീതിയിലുള്ളൊരു നമ്മുടെ ഒരു ഫോക്കസ്, നമ്മുടെ ആദ്യം മുതലുള്ള ഫോക്കസ് ഇവരെ എത്രത്തോളം ഇൻഡിപെൻഡൻ്റ് ആക്കുക. രണ്ടാമത് അവരുടെ നമ്മുടെ പറഞ്ഞ ലൈഫ് സ്കിൽസ്, മീൻസ് എസെൻഷ്യൽ ലൈഫ് സ്കിൽസ് അവർക്ക് പറ്റണം. കടയിൽ പോയി സാധനം മേടിക്കാൻ പറ്റും, ഒരു ഓട്ടോയിൽ കയറാൻ പറ്റണം, സ്വന്തമായിട്ടൊരു ചായ ഉണ്ടാക്കാൻ പറ്റണം. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഒരു 8-9 വയസ്സ് മുതൽ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അതിലൊക്കെ ചിലർക്ക് വലിയ മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു റിവ്യൂ അവിടെ നിർത്തപ്പോൾ ഒരമ്മ വിളിച്ചിട്ട് ഭയങ്കര ഹാപ്പിയായിട്ട് പറഞ്ഞത്, വീട്ടിലത്തപ്പൂ ഓണത്തിന് കൂടാൻ നേരത്തെ മോൻ പോയി, അവരൊരിക്കലും ചെയ്യുമെന്ന് വിചാരിച്ചില്ല, മോൻ അത് കംപ്ലീറ്റ്ലി ഇട്ട് തുടങ്ങി. അപ്പോൾ ബാക്കി റിലേറ്റീവ്സൊക്കെ നോക്കിയിരിക്കുക എങ്ങനെ ഇയാൾ തന്നെത്താൻ ഒരിക്കലും പറ്റില്ല. പക്ഷെ അവർ ഈ കുട്ടി അത്തപ്പൂ നമ്മുടെ സ്കൂളിൽ ഓട്ടിസം സ്കൂളിൽ ചെയ്തപ്പോൾ ആ കുട്ടി അതിൻ്റെ ഭാഗമായിരുന്നു. അത് കണ്ട് വീട്ടിൽ കണ്ടപ്പോൾ അയാൾ ഹാപ്പിയായി അയാളങ്ങ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ശരിക്കും ഇതൊരു വലിയൊരു എഫേർട്ട്, ഒരു കൊളാബറേറ്റീവ് എഫേർട്ട് പേരൻസിൻ്റെയും കുട്ടികളുടെയും കൂടെ ഉള്ളൊരു പേരൻസിൻ്റെയും ഞങ്ങളുടെ സ്റ്റാഫിൻ്റെയും കൂടെ ഉള്ളൊരു കൊളാബറേറ്റീവ് എഫേർട്ടാണ് നമ്മൾ കാണുന്ന റിസൾട്ട്സ്. അപ്പോൾ എല്ലാ ആശംസകളും നന്ദി.